നമസ്കാരം, RupeeMonk ആണ്. രണ്ടാഴ്ചയ്ക്കിടയിൽ നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണിത്. മുൻപ് നമ്മൾ നടത്തിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ, അതായത് മാർക്കറ്റിൻ്റെ ഈ തകർച്ചയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുൻപ് നടത്തിയിട്ടുള്ള വീഡിയോ കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കരുതിയതുപോലെ തന്നെ മാർക്കറ്റ് അതിൻ്റെ ഒരു ഡൗണിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കാരണങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ വളരെയധികം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റർമാരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുറപ്പിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലുമുള്ളത് ലോങ് ടേം ഇൻവെസ്റ്റർമാരാണ്. ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റർമാരോ അല്ലെങ്കിൽ ഒരു ട്രേഡർമാരോ ഒന്നും നമ്മളുടെ ഗ്രൂപ്പിൽ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടുതൽ മെസ്സേജിങ്ങും ഈ ലോങ് ടേം ഇൻവെസ്റ്റർമാരെ ഉദ്ദേശിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റർമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു 5-6 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ വന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്ത ഒരു 3 വർഷം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ഒരു പണവും ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അടുത്ത വർഷം മകളുടെ വിവാഹത്തിന് വേണ്ടി വെച്ചിട്ടുള്ള പണമോ, 2 വർഷം കഴിയുമ്പോൾ മകന് വിദ്യാഭ്യാസത്തിനായിട്ട് വെച്ചിട്ടുള്ള പണമോ, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ മുതൽ നമ്മളുടെ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി വെച്ചിട്ടുള്ള പണമോ ഒന്നും മ്യൂച്വൽ ഫണ്ടിലോ ഷെയറുകളിലോ നിക്ഷേപിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ, ഷെയറിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ മാത്രമായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒതുക്കരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ മൊത്തം സാമ്പത്തിക അവസ്ഥയ്ക്കും അനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത ഒരു 5-6 വർഷം ജീവിക്കാനുള്ള തരത്തിലുള്ളൊരു പൈസയെങ്കിലും ഫിക്സഡായിട്ട് ഇൻകം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഉണ്ടാവണം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റുകളാവാം, അല്ലെങ്കിൽ ബാങ്കുകളിലെ ഡെപ്പോസിറ്റുകളാവാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലാവാം. അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ അല്ലാതെ ഒരു കൈവിട്ട കളിക്ക് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കുകളിലോ ചെന്ന് പോകരുത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റോക്കുകൾ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം താഴേക്ക് വന്നിട്ടുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളോ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് യെസ് ബാങ്ക്, അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നം ബാധിതമായിട്ടുള്ള DHFൽ അതുപോലുള്ള സ്റ്റോക്കുകളിലൊന്നും പോയി ചുമ്മാ പൈസ ഇട്ടിട്ട് അത് അടുത്ത ദിവസം കൂടുതലാവും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പരമാവധി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്കുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളൊക്കെ ചെറിയ ഇൻവെസ്റ്റർമാരാണ്. ഞാനടക്കം നിങ്ങൾ മിക്കവാറും എല്ലാവരും ചെറിയ ഇൻവെസ്റ്റർമാരാണ്. നമ്മളുടെ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ നിന്നോ കിട്ടുന്ന ചെറിയ സമ്പാദ്യം വെച്ചിട്ടാണ് നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയൊരു ലാഭം എടുക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോടീശ്വരനാകാൻ പറ്റില്ല. അതിനുള്ള സ്ഥലമല്ല സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ള എമർജൻസി ഫണ്ട് കയ്യിൽ വയ്ക്കുക എന്നുള്ളതാണ്. അതായത് ക്യാഷായിട്ടോ ബാങ്കിലെ ഡെപ്പോസിറ്റുകളൊക്കെ ആയിട്ടോ എമർജൻസി ആവശ്യങ്ങൾക്ക്, വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻഷുറൻസുകൾ മുടക്കം അടയ്ക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസുകൾ മുടക്കം കൂടാതെ അടയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ LICകൾ ഉണ്ടാവാം, ടേം ഇൻഷുറൻസുകൾ ഉണ്ടാവാം, മെഡിക്കൽ ഇൻഷുറൻസുകൾ ഉണ്ടാവാം. അതിനൊന്നും തവണ തെറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ഇൻ കേസ് മാർക്കറ്റ് ഇനിയും താഴുകയോ അല്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനിടയ്ക്കൊരു മെഡിക്കൽ ചിലവോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡിപ്പെൻഡൻസും അതിൽ ബുദ്ധിമുട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇൻഷുറൻസുകളെല്ലാം യഥാസമയം അടയ്ക്കുക എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാർ SIPകൾ നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ് എന്നുണ്ടെങ്കിൽ SIPകൾ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുക. അതിൽ ഒരു മുടക്കം വരുത്തണ്ട. ഒരു 5-6 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ഒരു കൈവിട്ട കളിക്ക് ഒരിക്കലും പോകരുത്.
അതായത് നമുക്ക് അത്യാവശ്യമുള്ള പണം എടുത്തിട്ട് ഇപ്പോൾ സ്റ്റോക്ക് താഴ്ന്നിരിക്കുകയാണ് അതുകൊണ്ട് വാങ്ങാമെന്നുള്ളൊരു ഇതിൽ ചെയ്യരുത്. അത്യാവശ്യം ക്യാഷ് ലിക്വിഡിറ്റി നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ അതേസമയം തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഒറ്റയടിക്ക് പണം ഒരിക്കലും ഇടരുത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇടുക. SIPകളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. ഒറ്റയടിക്ക് ഒരിക്കലും ഇടരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നബാധിതമായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. മോശം ഫണ്ടുകളിൽ പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RupeeMonkന്റെ ആസ്ക് RupeeMonk സർവീസിലേക്ക് വാട്സപ്പ് ചെയ്യാം. അതിൻ്റെ നമ്പറാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റെസ്പോൺസ് കിട്ടും. നമുക്ക് ഈ സമയവും കടന്നു പോകും. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മേളിലേക്ക് മാത്രം പോകുന്നൊരു സംഭവമൊന്നും അല്ലല്ലോ. ഇത് താഴേക്ക് വരും, പിന്നെ മേളിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു 5 വർഷത്തെയോ അതിൽ കൂടുതലുള്ള ഒരു കാലയളവിലേക്കാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. കൃത്യമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകുക. ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് 2 വീഡിയോകളാണ് മുന്നോട്ട് കാണുന്നത്. ആ വീഡിയോകൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതുപോലെ ഇത്തരം വീഡിയോകൾ താങ്കൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RupeeMonkന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം.